മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം, ആ നാളും നാഴികയും സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് വളരെ വേഗത്തിൽ നടക്കും എന്ന് ഞാനും നിങ്ങളും എല്ലാവരും വിശ്വസിക്കുക. നമ്മളെല്ലാം നമ്മുടെ പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്. നമ്മുടെ ആശ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ എന്നാ പറയുന്നത് ആഗ്രഹമെന്ന് പറയുന്നത് കർത്താവ് മടങ്ങി വരും, കർത്താവിൻ്റെ കൂടെ നമ്മൾ പോവുക തന്നെ ചെയ്യും. ഈ അന്ത്യകാലത്ത് പലതരത്തിലുള്ള ചിന്തകൾ മനുഷ്യരുടെ ഉള്ളിൽ വരും. ഇത്രയും കാലമായിട്ട് കർത്താവ് വന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏത് കാലങ്ങളെക്കാളും ഏറ്റവും അധികം കർത്താവിൻ്റെ വരവിന് സാധ്യതയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ സകല പ്രവചനങ്ങളുടെ നിവർത്തീകരണങ്ങൾ 1 by 1 ആയിട്ട് ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയും ലോക സംഭവങ്ങൾ നമ്മളെ അത് വിളിച്ചറിയിക്കുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവരായി തീരുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത വേണം, എൻ്റെ കർത്താവ് വരാറായി. എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണം, യേശുവിൻ്റെ മടങ്ങി വരവ് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അതിനുവേണ്ടി റെഡിയാകേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യത്തോടു കൂടെ വേണം ഇരിക്കാൻ. അന്ത്യകാലത്തുണ്ടാകാവുന്ന ചില സ്വഭാവ മാറ്റങ്ങൾ, മനുഷ്യരിലുണ്ടാകുന്ന ചില മാറ്റങ്ങൾ. ഒന്ന്, മനുഷ്യർ സ്വസ്നേഹികളായിത്തീരും. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ നോക്കി, എല്ലാവരും സാമൂഹികമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല, അവർക്ക് അവരുടെ കാര്യം മാത്രം നടത്തുക എന്ന ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. ദ്രവ്യാഗ്രഹികൾ, അതായത് പണത്തോടങ്ങ് മോഹം കൂടി, വമ്പ് പറയുന്നവർ, അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവർ, ഒരു മനുഷ്യനോട് നന്ദിയില്ല, അശുദ്ധരും, ഹോളിനെസ് നഷ്ടപ്പെട്ട ഒരു തലമുറ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ എന്ന് വെച്ചാൽ ഏഷണിക്കാർ, അജിതേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദ്രാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചോദിച്ചു നോക്കിയാൽ അവരുടെ ചെറുപ്പത്തിൽ ഇങ്ങനൊരു കാലഘട്ടമല്ല അവർ കടന്നുപോയത്. അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറേ കൂടെ പ്രായമുള്ളവരോട് ചോദിച്ചു നോക്കി, ആ കാലഘട്ടത്തിലും ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന തീമോഥെയോസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി നമ്മൾ ഇങ്ങനെയുള്ളതിൽ നിന്നൊക്കെ മാറി സ്വസ്നേഹികളാകാതെ, ദൂഷണം പറയുന്നവരാകാതെ, പോഷ്ക് പറയുന്നവരാകാതെ, നമ്മൾ സ്വയം പ്രശംസക്കാരായി മാറാതെ, കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവവചനം ധ്യാനിച്ച് താഴ്മയുള്ളവരായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ആ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ഒരുങ്ങിയിരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വരവ് അതിവേഗത്തിൽ നടക്കും. അതുകൊണ്ട് ബി പ്രിപ്പയർ ഫോർ ദാറ്റ്, ബി റെഡി ഫോർ ദാറ്റ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഒരാൾ പോലും കൈവിടപ്പെട്ടു പോകാൻ പാടില്ല, ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആ കാഹളം നിങ്ങൾ എടുക്കപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.